ഹലോ മൈ ഹബീബീസ്, സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ബോർഡ് വൈബൊക്കെ കഴിഞ്ഞിട്ട് ആ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മളെ മദൻ്റെ എൻട്രി. വന്ന ഉടനെ തന്നെ ആദ്യം അവൻ ചോദിച്ചത് 100 രൂപയ്ക്ക് അൽഫാം മന്തി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് വിട്ടാലാണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡ് അടിച്ച് നേരെ ബസ് പിടിച്ച് കഴക്കൂട്ടത്തോട്ട് നിന്ന് ഇറങ്ങി. കഴക്കൂട്ടത്തുള്ള ഇലാഫ് ബൈ ഹോമീസാണ് ഇന്നത്തെ നമ്മുടെ താരം കേട്ടോ. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൈയും കഴിവ് നമ്മൾ വന്നിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് 100 രൂപയുടെ ഓഫറിനുള്ള അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫുഡ് മുന്നിലോട്ട് വന്നു കേട്ടോ. റൈസ് ലിമിറ്റഡ് ആണ്. നിനക്ക് 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസും പെരി പെരി ഒരു കൊക്കോക്കോളയും നിനക്ക് തിരക്കാം. ഫുഡൊക്കെ നൈസാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് 2 ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ബില്ല് വാങ്ങിച്ച് അവിടെ നിന്ന് നേരെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. പിന്നെ അവിടെ ചെന്ന് ഒരു 10-12 മിനിറ്റ് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ബസ് കാത്ത് നിൽക്കുകയാണ്. നമുക്ക് പോവേണ്ട ഒഴിച്ച് ബാക്കി എല്ലാ റൂട്ടിലോട്ടുള്ള വണ്ടികളും വന്നു. പിന്നെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോവേണ്ട റൂട്ടിലോട്ടുള്ള ബസ് വന്നു. പിന്നെ അതും കയറി നേരെ കണിയാപുരത്തോട് ചെന്ന് കയറി. കണിയാപുരം എത്തിയപ്പോൾ അരമണിക്കൂറോളം അവിടെ പോസ്റ്റ് റെയിൽവേ ഗേറ്റ് അടച്ചു കയറി. കുറച്ച് കാത്തിരിപ്പിന് ശേഷം ഗേറ്റ് തുറന്നു. 3/4 മണിക്കൂറോളം ആംബുലൻസ് വരെ അവിടെ ഇറക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഇക്കാടോടെ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഹലോ. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂൾ ആനുവൽ ഡേ ആണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ്. പിന്നെ രാത്രിയായപ്പോൾ കൂട്ടുകാരോടെ നേരെ നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിലോട്ട് ചെന്ന് കേട്ടോ. അവിടെ ആനുവൽ ഡേ അടക്കുകയാണ്. ഈ കാണുന്നതാണ് ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂൾ. പിന്നെ അവിടെ നമ്മളെ പഴയ പയ്യന്മാരെയും ടീച്ചർമാരെയൊക്കെ കണ്ട് പരിപാടികൾ കണ്ടങ്ങിരിക്കുകയാണ്. പിന്നെ ഒന്ന് ഇരുട്ടിയപ്പോൾ പയ്യന്മാരായിട്ട് ഫുഡ് അടിക്കാന്ന് പറഞ്ഞ് നേരെ വണ്ടികളൊക്കെ എടുത്തുകൊണ്ടെങ്കിൽ ഇറങ്ങി. നേരെ ചെന്നത് നമ്മളെ മർജാനിലോട്ടാണ്. പിന്നെ അതിനകത്തോട്ട് ഇറങ്ങി. പിന്നെ മസാല ഷവായൊക്കെ ഓർഡർ ചെയ്ത് തിന്നു. അല്ലെങ്കിൽ പയ്യന്മാരോടെ പോയി ഫുഡ് അടിക്കുന്നത് അത് വേറൊരു വൈബാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീണ്ടും തിരിച്ച് സ്കൂളിലോട്ട് പോയി. അവിടെ പോയപ്പോൾ തന്നെ നമ്മളെ ടീച്ചർമാരെ സാറന്മാരെ ഡാൻസ് കിടക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് പടക്കങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി നേരെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ശരി ഗൈസ്, ഇത്രയൊക്കെ തന്നെ. ബൈ.